മന്ദാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് വറുത്തരച്ച മസാലക്കറിയാണ്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ നാളികേരവും ബാക്കി ചേരുവകളൊക്കെ നന്നായി വറുത്തിട്ട് അരച്ച ശേഷമാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് ഇതുപോലത്തെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സാമാന്യം കുറച്ച് വലിയൊരു സവോളയാണ് എടുത്തത്. ഇനി ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലി, 1 വറ്റൽമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ഉണ്ട്, ഒരു 4 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, ചെറിയ ഒരു കഷ്ണം പട്ട, പിന്നെ നമ്മൾ ഏത് സ്പൂണിനാണോ മല്ലി എടുത്ത അതേ സ്പൂണിന് തന്നെ 1 ടീസ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നീട് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുപ്പ് സീസൺ ആയതുകൊണ്ട് ഈ വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പാകത്തിന് ഒഴിക്കാനായിട്ട് ശ്രമിക്കണം. ആ സ്പൈസസ് എടുത്തതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഗ്രാമ്പു നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി തെറിക്കും. അതുകൊണ്ട് കയ്യിലേക്ക് ആവാതെ സൂക്ഷിക്കാം. പിന്നീട് എടുത്തു വെച്ചിട്ടുള്ള നാളികേരമാണ് ഇട്ട് കൊടുത്തത്. ഒരു ബ്രൗൺ കളറാവണ വരെ തന്നെ ഈ നാളികേരം മൂത്ത് കിട്ടണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇപ്പോൾ ഏകദേശം നാളികേരം നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മല്ലിയും അതുപോലെ മുളകും ചേർത്ത് വറുക്കാം. ഈ വറ്റൽമുളക് ഞാൻ 1 എണ്ണം ചേർത്തത് കുരുമുളകിൻ്റെ എരിവുള്ളത് കൊണ്ടാണ്. ഇനി അല്ല കുറച്ചും കൂടിയും എരിവ് വേണമെന്നുള്ളവർക്ക് 1 വറ്റൽമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് നമുക്കിത് മൂത്ത് കിട്ടും. അതുകൊണ്ട് മൂത്ത ഉടനെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ചീനച്ചട്ടിയിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മൂപ്പൊക്കെ കൂടി കരിഞ്ഞ പോലെയാവും. ഇതാണ് ഇതിൻ്റെ പാകം. എല്ലാം ഒരു ബ്രൗൺ കളറായാൽ മാത്രം മതി. ഇനി അത് മാറ്റി വയ്ക്കാൻ. തണുത്ത ശേഷം വേണം അരച്ചെടുക്കാൻ. ഇനി ഇതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കണം. രണ്ടും നമ്മൾ ഒപ്പാണ് വേവിച്ചെടുക്കുന്നത്. ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതൽ വെള്ളമുള്ള ഒരു കറിയല്ല ഇത്. എന്നാലോ നല്ല കട്ടിയായിട്ടുമല്ല. കുറച്ച് പാകത്തിന് വെള്ളം മാത്രമായാലാണ് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുക. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് അധികമാവാതെ നമ്മൾ കുറച്ച് പിന്നിലേക്കാക്കി ഇട്ടാലും കുഴപ്പമില്ല. നമ്മൾ വാങ്ങുന്നതിൻ്റെ മുന്നേ പാകം നോക്കി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തു. ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വേവിക്കണം. ഏകദേശം ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ നമുക്കിത് അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെക്കുകയാണെങ്കിൽ പാകത്തിന് വെന്ത് കിട്ടും. അത് വേകുമ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അരപ്പ് അരച്ചെടുക്കണം. തുറന്ന് നോക്കാം. അതിന് ശേഷം ഒരു പീസ് എടുത്തിട്ട് നമുക്കതൊന്ന് അമർത്തി നോക്കിയാൽ അതിൻ്റെ വേവ് ശരിയായ വേവ് അറിയാം. ഏകദേശം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഫൈൻ പേസ്റ്റായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഈ അരപ്പിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് അരയാതെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ടേസ്റ്റ് കിട്ടില്ല. ഇതുപോലെ നല്ല പേസ്റ്റാക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഈ മല്ലിയൊക്കെ വറുത്തരച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മണം രുചിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് കറിക്ക് ഇത്രയും രുചി കിട്ടുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അതൊന്ന് അടച്ച് വെക്കണം. ഉപ്പ് നോക്കി കുറച്ച് ഉപ്പിൻ്റെ കമ്മിയുണ്ട്. അത് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാവും. വീണ്ടും അടച്ച് വയ്ക്കാം. ഒരു 2-3 മിനിറ്റും കൂടി അടച്ച് വെച്ച ശേഷമാണ് പിന്നീടും തുറന്ന് നോക്കി ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് വെള്ളമൊക്കെ പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി. നമുക്ക് ഈ അരപ്പ് ഇതിൽ ചേർന്ന് നിൽക്കണം. എന്നാലാണ് കറിക്ക് രുചി കൂടുന്നത്. ഇനി അല്പം കൂടി ഉപ്പ് ചേർക്കാം. ഉപ്പ് ആദ്യം നമ്മൾ കുറച്ച് പിന്നിലേക്ക് ആയാലും കുഴപ്പമില്ല. ഇതുപോലെ നമ്മൾ വാങ്ങി വയ്ക്കുന്നതിൻ്റെ മുന്നേട്ട് ചേർത്ത് കൊടുത്താൽ മതി. കിഴങ്ങൊക്കെ നന്നായിട്ട് ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വയ്ക്കുകയാണെങ്കിൽ കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടും.
വീണ്ടും ഇത് അടച്ച് വയ്ക്കാം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിൽ ചേർത്ത് ഇളക്കിയിട്ട് വേണം അടച്ച് വയ്ക്കാൻ. എന്നാൽ നമുക്ക് ആ കറിവേപ്പിലയുടെ മണം നല്ലതുപോലെ കിട്ടും. 2-3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 10 ഉള്ളിയോളം എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു തണ്ട് കറിവേപ്പിലയുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് വറുത്തിടേണ്ടത്. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. എണ്ണ നന്നായി ചൂടായ ശേഷം കടുക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് പൊട്ടി കിട്ടും. ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ 2 ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഈ മസാലക്കറി തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി കൂടുതൽ വേണമെങ്കിൽ ഉരുളക്കിഴങ്ങിനും സവാളയുടെയും കൂടെ അരയ്ക്കാനുള്ള സാധനങ്ങളും കൂടി കൂട്ടിയെടുത്താൽ മതിയാവും. ഉള്ളി അതോടൊപ്പം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബ്രൗൺ കളറാവണ വരെ മൂപ്പിക്കാം. ഇതും തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടെ വേണം മൂപ്പിച്ചെടുക്കാൻ. കരിയരുത്. അതിന് മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതി. ഇനി നമ്മൾ നേരത്തെ വാങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ഇത്ര പണിയേ നമുക്ക് ഈ മസാലക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൂ. വറവ് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഈ ന്യൂ ഇയർ ആയതിൻ്റെ ശേഷം 2025 ആദ്യം ഇടുന്ന വീഡിയോ ആണിത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ല സമ്പൽ സമൃദ്ധി ആരോഗ്യ സൗഖ്യത്തോടു കൂടി എല്ലാവരും ഇരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. സന്തോഷങ്ങളുടെ കൂടെ തന്നെ നമുക്ക് കുഞ്ഞു വിഷമങ്ങളും ഉണ്ടാവും. അതൊന്നും സാരമില്ല. എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ മസാലക്കറി നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.